DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 4 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗത്തെ കപ്പലപകടം ബാധിച്ച സാഹചര്യത്തിൽ സഹായവുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ. ഈ ജില്ലകളിലെ 78,498 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 27,020 മത്സ്യബന്ധന അനുബന്ധ കുടുംബങ്ങൾക്കും ഇടക്കാല ആശ്വാസം അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ്. ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 1000 രൂപയും ഒരു കുടുംബത്തിന് 6 കിലോഗ്രാം അരി വീതം സൗജന്യ റേഷനുമാണ് അനുവദിച്ചിരിക്കുന്നത്. 10.55 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ജോലിയുടെ ഭാഗമായി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലെത്തി ഡോക്ടർമാരെ കാണാൻ പാടില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഉത്തരവിറക്കി. ചികിത്സയ്ക്കിടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ ആശുപത്രി സന്ദർശനം രോഗികളെയും ഡോക്ടർമാരെയും ബുദ്ധിമുട്ടിലാക്കുന്നെന്ന പരാതിയിലാണ് നടപടി. വിലക്കു ലംഘിച്ചാൽ മരുന്ന് കമ്പനികൾക്കെതിരെ ഉൾപ്പെടെ നടപടിയുണ്ടാകും. ചികിത്സ, മരുന്ന് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇമെയിൽ ഉൾപ്പെടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ മാത്രമേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ ഡോക്ടർമാരെ അറിയിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. സാമ്പിൾ മരുന്നുകൾ, ഉപഹാരങ്ങൾ തുടങ്ങിയവ നൽകി ഡോക്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാനാണിത്. അടുത്ത അറിയിപ്പ്, ബക്രീദ് പ്രമാണിച്ച് ഈ മാസം 6-നും 7-നും അവധി നൽകണമെന്ന ആവശ്യമടങ്ങിയ ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. 2 ദിവസവും അവധി വേണമെന്നാവശ്യപ്പെട്ടുള്ള മുസ്ലിം സംഘടനകളുടെ കത്തുകൾ അടങ്ങിയതാണ് ഫയൽ. 6-നാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നത്. അടുത്ത അറിയിപ്പ്, +1 ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച 2,49,540 പേർക്ക് നാളെ വൈകിട്ട് 5 വരെ +1 പ്രവേശനം നേടാം. ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. മറ്റ് ഓപ്ഷനുകൾ ലഭിച്ചവർക്ക് സ്ഥിരമോ താൽക്കാലികമോ ആയി പ്രവേശനം നേടാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്നവരെ തുടർന്ന് പരിഗണിക്കില്ല. ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കാൻ അവസരമുണ്ട്. പ്രവേശനം നേടിയ സ്കൂളുകളിലാണ് അപേക്ഷിക്കേണ്ടത്. അടുത്ത അറിയിപ്പ്, 1 മുതൽ 8 വരെ ക്ലാസുകളിലെ പിന്നാക്ക വിഭാഗം കുട്ടികൾക്കുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രതിവർഷം 1,500 രൂപയാണ് സ്കോളർഷിപ്പ്. സ്കൂളുകളിൽ നിന്ന് ഇ-ഗ്രാന്റ് 3.0 പോർട്ടൽ വഴി ജൂലൈ 15 വരെ അപേക്ഷിക്കാം. അടുത്ത അറിയിപ്പ്, പനിയും ശ്വാസ സംബന്ധമായ അസുഖങ്ങളും കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവ് ആണെങ്കിലും രോഗലക്ഷണം തുടരുന്നുണ്ടെങ്കിൽ RT-PCR ചെയ്യണം. ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആരോഗ്യ ജീവനക്കാർക്കും മാസ്ക് നിർബന്ധമാക്കി. കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണം. കോവിഡ്, ഇൻഫ്ലുവൻസ രോഗലക്ഷണമുള്ളവർക്ക് അപായ ലക്ഷണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശ്വാസതടസ്സം, നെഞ്ചുവേദന, തളർച്ച, രക്തസമ്മർദ്ദ വ്യതിയാനം തുടങ്ങിയവയാണ് നിരീക്ഷിക്കേണ്ട അപായ ലക്ഷണങ്ങൾ. അതേസമയം രാജ്യത്തെ കോവിഡ് കേസുകൾ 4,026 ഉയർന്നിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 65 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 5 മരണം റിപ്പോർട്ട് ചെയ്തു. കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നിവിടങ്ങളിൽ ഓരോന്നും, മഹാരാഷ്ട്രയിൽ 2 മരണമാണ് സ്ഥിരീകരിച്ചത്. അടുത്ത അറിയിപ്പ്, മെയ് മാസത്തെ റേഷൻ ഇതുവരെ വാങ്ങാത്തവർക്ക് ഇന്ന് ജൂൺ 4 വരെ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നതാണ്. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയാണ്. ശനിയാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.